ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എത്തും ഞാനെന്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ കർത്തനോടൊത്തു വാണിടുന്ന നാൾ എത്രയാനന്ദം എന്നൊരാനന്ദം. എത്തും ഞാനെന്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ കർത്തനോടൊത്തു വാണിടുന്ന നാൾ എത്രയാനന്ദം എന്നൊരാനന്ദം. ഇന്നു മണ്ണിൽ ക്ലേശങ്ങൾ മാത്രം, ആദിയും മാറാവ്യാധിയും. ഇന്നു മണ്ണിൽ ക്ലേശങ്ങൾ മാത്രം, ആദിയും മാറാവ്യാധിയും. വന്നു ചേരും ഞാൻ നിന്നരികിൽ, അന്നു തീരുമെൻ ദുരിതമെല്ലാം. വന്നു ചേരും ഞാൻ നിന്നരികിൽ, അന്നു തീരുമെൻ ദുരിതമെല്ലാം. എത്തും ഞാനെന്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ നമുക്ക് ഒരിക്കൽ കൂടി കർത്താവ് അവസരം തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. മിസ്രൈമിൽ എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞെരുക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞെരക്കവും കേട്ടു, അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പുറപ്പാട് 2-ാം അധ്യായത്തില് ഇതേ കാര്യം തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 23 മുതൽ വായിക്കാം. പുറപ്പാട് 2-ാം അധ്യായത്തിന്റെ 23. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവനെ, ജനത്തിന്റെ പീഡ കണ്ട് അവരുടെ ഞെരക്കം കേട്ട് അവരെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്നവനായ ഒരു ദൈവമുണ്ട് എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട, ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ് എന്ത്? കരയുന്നവരുടെ കണ്ണുനീര് കാണുന്നവനാണ് ദൈവം. നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കുന്നവനാണ് ദൈവം. പീഡ കൊണ്ട്, അടിമവേല കൊണ്ട് വലഞ്ഞു പോയവരെ സ്വതന്ത്രനാക്കുവാൻ, വിടുവിക്കുവാൻ അത്യുത്സാഹമുള്ളവനായ ഒരു ദൈവമുണ്ട് എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് വായിച്ചേക്കാം. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ദൈവത്തിന് പ്രിയപ്പെട്ടവനെ, ചെറിയ നിലവിളിയൊന്നുമല്ല. കാരണം അവർ അടിമവേല കൊണ്ട് വലഞ്ഞുപോയി. 400 ചില്ലാനം വർഷത്തെ അടിമവേല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം അടിമവേല നിമിത്തം നിലവിളിച്ചു. ദൈവസന്നിധിയിൽ വായിക്കാം. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവമക്കളെ, അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി എന്ന് നാം മനസ്സിലാക്കണം. ഈ ഭൂമിയുടെ കോണിലിരുന്ന് നിലവിളിക്കുന്ന ദൈവമക്കളുടെ നിലവിളി നിത്യനായ ദൈവത്തിന്റെ കാതുകളിൽ എത്തുമെന്ന്. ദൈവത്തിന് അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. വായിച്ചോ. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടുമുള്ള തനിക്കുള്ള നിയമം ഓർത്തു. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, പിതാക്കന്മാരോട് ദൈവം ഒരു നിയമം ചെയ്തിട്ടുണ്ടായിരുന്നു. അബ്രഹാം യാഗം കഴിക്കുമ്പോൾ
പ്രിയപ്പെട്ടവരെ, രാജൻ പക്ഷി ഇറങ്ങി വന്ന് അബ്രാഹാം വേവലാതിയോടെ ഇരുന്ന സമയത്ത് ദൈവം അബ്രാഹാമിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് എന്ത്? സ്വന്തമല്ലാത്ത ദേശത്ത് നിന്റെ സന്തതി 400 വർഷം അടിമകളായി പാർക്കും, അവിടെ അവർ പീഡ അനുഭവിക്കുമെന്ന് ദൈവത്തിന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു സമയമാകുമ്പോൾ അവിടുന്ന് വിടുവിക്കുമെന്ന് ദൈവം അന്ന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു. വാഗ്ദത്ത പ്രകാരം ദൈവം ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ടു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ആ പിതാക്കന്മാരുടെ ദൈവം, സ്വർഗത്തിലെ ദൈവം, പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ അടിമവേല നിമിത്തമുള്ള ആ ഞെരുക്കവും നിലവിളിയും കഠിനമേറിയ വേദനയുമെല്ലാം ദൈവം കണ്ടു. ദൈവങ്ങളെ എന്താ നാം മനസ്സിലാക്കണം? ഈ തിരുവചനം നാം വായിക്കുമ്പോൾ അനേക ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഈ ദൈവജനം ഈ ഭൂമിയിലിരുന്ന് നിലവിളിച്ചപ്പോൾ ദൈവം അതിന് പരിഹാരമായിട്ട് തൻ്റെ മക്കളെ, പ്രവാചകന്മാരെ, അല്ലെങ്കിൽ അധികാര സ്ഥാനത്തുള്ളവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനം കരഞ്ഞപ്പോൾ, അവരുടെ ഞെരുക്ക നിമിത്തം, പീഡ നിമിത്തം, പ്രിയപ്പെട്ടവരെ, അവർ ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ട് കരഞ്ഞപ്പോൾ ദൈവം അവരെ വിടുവിക്കുവാൻ തക്ക സമയത്ത് ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് വേണ്ടി വേല ചെയ്ത, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു എന്ന് ദൈവത്തിന് സ്തോത്രം. നാം എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? ഈ ഭൂമിയിലിരുന്ന് പ്രിയപ്പെട്ടവരെ നിലവിളിക്കാൻ ആളുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നിലവിളി കേൾക്കുന്നവനാണ്, മനുഷ്യന്റെ ഹൃദയത്തിലെ വേദനകൾ അറിയുന്നവനാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ വേദനയുടെ വിഷയങ്ങൾ എന്തെല്ലാമാണ് നാം ചിന്തിക്കാറുണ്ടോ? നാം എത്ര പേര് ആത്മാവിന്റെ വിഷയങ്ങൾ ഓർത്ത് വേദനപ്പെടുന്നവരുണ്ട്? ഇന്നത്തെ സമൂഹത്തിന്റെ പോക്കോർത്ത് വേദനപ്പെടുന്നവരുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന് വലഞ്ഞുപോയത് കൊണ്ട് അവർ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് കരഞ്ഞപ്പോൾ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കാലാകാലങ്ങളിൽ, ചില കാലങ്ങളിലെല്ലാം ദൈവത്തിന്റെ ആലോചനയും സ്വർഗത്തിന്റെ വചനവുമെല്ലാം ഭൂമിയിൽ നിന്നുപോയി എന്ന് തിരുവചനം. എന്നാൽ പിന്നെയും ദൈവം തൻ്റെ മക്കളെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ വേലയും ദൈവത്തിന്റെ വചനവും ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം മോശെ എഴുന്നേൽപ്പിച്ച് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു. മോശയുടെ ജീവിതത്തിലെ ഒരു നിർണായകമായ ഘട്ടം വന്നപ്പോൾ മോശ ദൈവസന്നിധിയിൽ അത്യാവശ്യക്കാരനായി നിന്നൊരു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, നീ എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുതെന്ന്. ദൈവത്തിന് സ്തോത്രം. കാരണം മോശയ്ക്ക് അറിയാമായിരുന്നു എന്ത്? എന്നെ കൊണ്ട് ഈ 600,000 നടത്താനുള്ള കഴിവില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ കൊണ്ട് അത് അസാധ്യമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് മോശ കർശനമായിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യക്കാരനായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എന്ത്? ദൈവമേ, നീ കൂടെ പോരുന്നില്ലെങ്കിൽ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത്, നീ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത് എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കണം എപ്പോഴും, കർത്താവേ, തിരുസാന്നിധ്യം തന്ന് നടത്തണമേ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞില്ലേ, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. നാം ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ടോ കർത്താവിന്, കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടോ? നിന്റെ വാഗ്ദത്ത വചനമുണ്ടല്ലോ കർത്താവേ, നീ എൻ്റെ കൂടെ ഇരിക്കാമെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ അനേക വാഗ്ദത്ത വചനങ്ങളുടെ ഒരു കലവറയാണ് ഈ തിരുവചനം. ദൈവമക്കളെ, നമുക്ക് അവകാശമുള്ള അനേക വാഗ്ദത്ത വചനങ്ങളുടെ കലവറയാണ്. നാം ഈ വാഗ്ദത്ത വചനങ്ങളെയൊക്കെ ദൈവത്തെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന വാഗ്ദത്തം ഉണ്ടല്ലോ കർത്താവേ എന്ന്. ദൈവമക്കളെ, നമുക്കതിനുള്ള അവകാശം കർത്താവ് തന്നിട്ടുണ്ട്. എന്താ? നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാനും ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ഇറക്കി വെക്കാനും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാനും എല്ലാം കർത്താവ് നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. ദൈവമക്കളെ, നമുക്കുടെ ഹൃദയത്തിൽ ആ സാക്ഷ്യമുണ്ടോ എന്ന്? ഞാനൊരു ദൈവവൈതലാണെന്ന്, ഞാനൊരു ദൈവവൈതലാണെന്ന്. ദൈവമക്കളെ, അത് അനേകർക്കുന്നില്ല. കൂട്ടായ്മയിൽ വരുമ്പോൾ ചിലപ്പോൾ കാണും ദൈവവൈതലാണെന്ന്, അല്ലെങ്കിൽ കൂട്ടായ്മക്കാരനാണെന്നോ. അത് പോരാ. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആ ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അത് ഊന്നി പറയുക ദൈവമക്കളെ. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ബോധ്യം വേണം. എന്ത്? ഞാനൊരു സാധാരണക്കാരനല്ല. ഞാൻ ഒരു കാലത്ത് ഈ ലോകത്തിൻ്റെ പിന്നാലെ നടന്നതാ, ദൈവത്തെ അറിയാതെ ജീവിച്ച. എന്നാൽ ഇന്ന് അവിടുന്ന് എന്നെ വിളിച്ച് വേർതിരിച്ചു. അവിടുത്തെ വിലയേറിയ രക്തം കൊടുത്ത് എന്നെ വിലക്കി വാങ്ങിയതാണ്. ദൈവമക്കളെ, വിലയേറിയ രക്തം കൊണ്ട് വിലയില്ലാത്ത നമ്മെ കർത്താവ് വിലക്കി വാങ്ങിയതാണ്.
ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ ദൈവം മോശയെ എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകത്തില് പ്രിയപ്പെട്ടവരെ 7 വട്ടം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ത്? ഇസ്രായേൽ ജനം മിദ്യാന്യരുടെ നിമിത്തം, പ്രിയപ്പെട്ടവരെ ശത്രുക്കളുടെ പീഡ നിമിത്തം അവർ ദൈവസന്നിധിയില് നിലവിളിച്ചു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഈ 7 പ്രാവശ്യവും ദൈവം തക്ക സമയത്ത് ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് അവരെ വിടുവിച്ചു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, 70 വട്ടം ക്ഷമിക്കണമെന്ന് പുതിയത്തിൽ രേഖപ്പെടുത്തിയിരുന്നാൽ പഴയത്തില് ഈ 7 വട്ടം പ്രാർത്ഥിച്ചപ്പോഴും പ്രിയപ്പെട്ടവരെ അവരുടെ അടിമത്വത്തിൽ നിന്ന്, ആ പീഡയിൽ നിന്ന് ദൈവം കാലാകാലങ്ങളിൽ അതിനെ അവിടെ നിന്നെല്ലാം ഉദ്ധരിക്കുവാനുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ 7 പ്രാവശ്യം ഈ ദൈവജനം അനുസരണം കെട്ടവരായി പ്രിയപ്പെട്ടവരെ പിന്നെയും പാപത്തിലേക്ക് പോയി. എന്നാൽ ഒരു സമയമാകുമ്പോൾ അവർ പിന്നെയും നെടുവീർപ്പിട്ട് കരയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. നമുക്ക് വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ ഈ മിദ്യാന്യരാലുള്ള പീഡ നിമിത്തം അവരുടെ ജീവിതത്തില് പ്രിയപ്പെട്ടവരെ കൊടിയ ബന്ധനത്തിൽ, അല്ലെങ്കിൽ ഇവർക്കൊരു സ്വാതന്ത്ര്യമില്ലാത്തതുപോലെ ഇവരുടെ വിളവും ഇവരുടെ ആഹാര സാധനങ്ങളും എല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്ന ആ മിദ്യാന്യരുടെ നിമിത്തം ദൈവജനം ഏറ്റവും ക്ഷയിച്ചു. അപ്പോൾ ദൈവജനം ഇസ്രായേൽ മക്കള് യഹോവയോട് നിലവിളിച്ചു. ദൈവമക്കളെ നാം മനസ്സിലാക്കണം, എന്ത് ജീവിതത്തിൽ എന്തെന്ത് പ്രതികൂലങ്ങളും എന്തെന്ത് പ്രതിസന്ധികളും വരുമ്പോൾ നമുക്ക് നിലവിളിക്കാൻ കഴിയണം. ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ കഴിയണം. നമ്മുടെ കണ്ണുനീര് വറ്റിപ്പോകരുത്. നമ്മുടെ പ്രാർത്ഥന നിലച്ചു പോകരുത്. പ്രിയപ്പെട്ട കഷ്ടതയും പ്രയാസവും എല്ലാം വരുമ്പോഴും നാം എപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ തിരുവചനത്തിൽ നിലവിളിച്ചവരെ ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ നിലവിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. കണ്ണുനീര് തുടയ്ക്കുന്നവനാണ് നമ്മുടെ ദൈവം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സഹോദര, ഇന്ന് നിനക്ക് കഷ്ടകാലമാണോ? നിനക്കൊരു ശോഭനമായ ഭാവി തരാൻ കർത്താവ് മതിയായവനാണ്. ഇന്ന് നീ നിരാശയോടെയാണോ ജീവിക്കുന്നത്? നാളെയിലേക്ക് നോക്കി നിനക്ക് പുഞ്ചിരിയിടാൻ അവസരം തരുന്നവനാണ് ദൈവം. ഇസ്രായേൽ ജനം മിദ്യാന്യരാൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ കർത്താവിന് അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചു. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി. പ്രിയപ്പെട്ടവരെ മിദ്യാന്യര് ദൈവജനത്തിന് വിരോധമായി പാളയമിറങ്ങും. ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ വിളവെല്ലാം നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ദൈവത്തിന്റെ സ്തോത്രം. ദൈവജനത്തിന് ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. ദൈവമക്കളെ എത്ര വലിയ കഷ്ടതയിലൂടെയാണ് അവർ കടന്നുപോയത്. കൃഷി ചെയ്താൽ അത് കൊയ്തെടുക്കാൻ ചിലപ്പോൾ കഴിയുകയില്ല. ആഹാരമില്ല. ആടോ മാടോ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം സമ്പാദ്യമുണ്ടോ അതെല്ലാം എപ്പോൾ വേണമെങ്കിലും അപഹരിച്ചു പോകാവുന്ന അനുഭവത്തിൽ ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ ദൈവജനം ഏറ്റവും വലഞ്ഞുപോയി. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ അവരെന്നെല്ലാം പാപത്തിൽ വീണിട്ടുണ്ടോ, ദൈവത്തിൽ നകന്നു പോയിട്ടുണ്ടോ, അന്നെല്ലാം ദൈവം അവരെ കൈവിട്ടുവെന്നും ദൈവം അവർക്ക് തക്കതായ ശിക്ഷകളും പ്രതികൂലങ്ങളും എല്ലാം കൊടുത്തുവെന്ന് ഈ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അതിനോട് ചേർത്ത് പ്രിയപ്പെട്ടവരെ അവർ നിലവിളിച്ചപ്പോഴൊക്കെയും ദൈവം അവരെ വിടുവിച്ചു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം നാം വായിക്കുമ്പോൾ ഇവരുടെ നിലവിളി കേട്ട് ദൈവം ഒരാളെ എഴുന്നേൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. 11-ാമത്തെ വാക്യം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്യനായ യോവാശിന്റെ കരുവലയത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ മുന്തിരിങ്ങ ഉള്ള കാലമല്ലായിരുന്നു. അതുകൊണ്ട് മുന്തിരിച്ചക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുകയില്ല. ഈ ഗിദെയോൻ ബുദ്ധിപൂർവം ആ മുന്തിരിച്ചക്കിന്റെ അരികിൽ കൊണ്ടുവച്ച് ഗോതമ്പ് മെതിക്കുകയാണ്. കാരണം ഗോതമ്പ് മെതിക്കേണ്ടടുത്ത് വെച്ച് മെതിച്ചാൽ, കളത്തിൽ വെച്ച് മെതിച്ചാൽ അത് മിദ്യാന്യര് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ അങ്ങനെ ഭയപ്പാടോടെ മുന്തിരിച്ചക്കിന്റെ അരികിലിരുന്ന് ഗോതമ്പ് മെതിക്കുന്ന ആ ഗിദെയോന്റെ അരികിലേക്ക് നിത്യനായ ദൈവം ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. വായിക്കാം. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ,
യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഭയപ്പാടോടെ മുന്തിരിച്ചക്കിന്റെ അരികിൽ ഒളിച്ചിരുന്ന് ഗോതമ്പ് മരിക്കുന്ന ആ ഗിദെയോൻ കേൾക്കുന്ന ശബ്ദമാണ് എന്ത്? അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന്. എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരാക്രമം ചെയ്തിട്ടുണ്ടോ അറിഞ്ഞൂടെ? എന്നാൽ ദൈവം അവനെ വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ദൂതനോട് ഗിദെയോൻ ചോദിക്കുകയാണ്, യഹോവ കൂടെയുണ്ടെങ്കിൽ, ദൈവം കൂടെയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കഷ്ടതകളൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് വായിക്കാം. ദൈവത്തിന് യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്നും നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. 14-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. അപ്പോൾ യഹോവ അവനെ നോക്കി അവന്റെ കുറവുകളും അവന്റെ പാരമ്പര്യവും അവന്റെ ഈ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന കഷ്ടതകളെല്ലാം വിവരിച്ച് പറഞ്ഞപ്പോൾ യഹോവ പിന്നെയും അവനോട് സംസാരിക്കുകയാണ്. നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഗിദെയോനെ പിന്നെയും ദൈവം ധൈര്യപ്പെടുത്തുകയാണ്. എന്ത്? നിന്റെ ഈ ബലത്തോടെ പോക എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം നോക്കിയാൽ പ്രത്യേകിച്ചൊരു ബലം അവനുണ്ടോ? ഒന്നുമില്ല. എന്നാൽ നാം മനസ്സിലാക്കണമെന്ത്? അവനോട് സംസാരിച്ച ആ ദൈവത്തിന്റെ വചനം അവനെ ശക്തീകരിച്ചിട്ടുണ്ട്, അവനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമക്കളെ, എന്തിനാ ദൈവവചനം നാം കേൾക്കുന്നത്? നമ്മുടെ ക്ഷീണം മാറും, നമ്മുടെ വാട്ടം മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലമില്ലാത്ത ഹൃദയത്തില് നമുക്ക് ബലം ലഭിക്കുക. ഗിദെയോനോട് പറഞ്ഞു, നിന്റെ ഈ ബലത്തോടെ പോക. ദൈവത്തിന്റെ സ്തോത്രം. നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ദൈവമക്കളെ, ഗിദെയോന്റെ ശക്തിയോ ഗിദെയോന്റെ ബലമോ ഒന്നുമല്ല. അവൻ ഭയപ്പാടുള്ളവനാണ്. എന്നാൽ ദൈവം അവനോട് പറയുകയാണ്, ഗിദെയോനെ, ഞാനാണ് നിന്നെ അയക്കുന്നത്, ഞാനാണ് നിന്റെ കൂടെ പോരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. വായിച്ചതായിട്ട് അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ. ദൈവം സംസാരിച്ചപ്പോൾ ഗിദെയോൻ പറയുകയാണ്, മനശ്ശെയിൽ വെച്ച് എൻ്റെ കുലം ഏറ്റവും ചെറിയതാണ്, ഞാൻ എളിയവനാണ്, എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല, എൻ്റെ ദൈവമേ, ഞാൻ പോയാൽ ഒരു പ്രയോജനമില്ല എന്ന് ഗിദെയോൻ ദൈവത്തോട് പറയുകയാണ്. ദൈവമക്കളെ, തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ശൗൽ രാജാവിനെ തിരഞ്ഞെടുത്തപ്പോൾ പ്രിയപ്പെട്ടവരെ, ശൗൽ രാജാവ് ശൗമേൽ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് അന്ന് പറഞ്ഞതാണ് എന്ത്? എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, എൻ്റെ കുലം യോഗ്യതയുള്ളതല്ല എന്ന്. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് ആ ഒഴിഞ്ഞ പടകുമായി നിരാശയോടെ ഇരുന്ന ആ കടൽക്കരയിൽ വെച്ച് കർത്താവ് അവൻ്റെ പടകിലേക്ക് കയറി. ദൈവമക്കളെ, ശീമോന്റെ പടക് നിറഞ്ഞ മീൻ കിട്ടിയപ്പോൾ ശീമോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു പാപിയാണ്, എന്നെ വിട്ട് നീ പോകണമെന്ന്. എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് എപ്പോഴും ആ ബോധ്യമുണ്ടായിരിക്കുന്നത്, എനിക്കൊരു യോഗ്യത ഉണ്ടായത് കൊണ്ടല്ല കർത്താവ് എന്നെ സ്നേഹിച്ചത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഗിദെയോൻ ദൈവസന്നിധിയിൽ എളിമപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം പിന്നെയും ധൈര്യപ്പെടുത്തുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അത് പോരെ, ദൈവം കൂടെ ഇരിക്കാമെന്ന്. യോശുവയെ അഭിഷേകം ചെയ്യുമ്പോൾ, ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ നിത്യനായ ദൈവം യോശുവയോട് പറഞ്ഞ കാര്യമാണത്. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. പിന്നെ യോശുവയെ ധൈര്യപ്പെടുത്തിയത്, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരൊറ്റ മനുഷ്യൻ പോലും നിന്റെ നേരെ നിൽക്കുകയില്ല എന്ന്. ദൈവമക്കളെ, എന്ത് ധൈര്യമാണ് കൊടുത്തു വിടുന്നത്! ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ എന്ത് ബലമാണ് പകർന്നു വിട്ടത്! യോശുവയോട് പറഞ്ഞു, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരൊറ്റ മനുഷ്യൻ പോലും നിന്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഗിദെയോനെയും ദൈവം ധൈര്യപ്പെടുത്തി, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനവൻ
നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരടയാളം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഗിദെയോനെ ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചു. അവനെ ധൈര്യപ്പെടുത്തി, അവനെ ബലപ്പെടുത്തി. കഴിവില്ല എന്ന് പറഞ്ഞ, എൻ്റെ കുലം ഏറ്റവും ചെറുതാണെന്ന് പറഞ്ഞ ഗിദെയോനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. ഈ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ ശക്തി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വായിക്കുമ്പോൾ യുദ്ധത്തിനുള്ള ഒരുക്കമാണ് ഗിദെയോൻ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഗിദെയോൻ ശുശ്രൂഷയൊക്കെ ദൈവം ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ദൈവം അവനോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞു വിടുന്നുണ്ട്. എന്തിന്? ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 25-ാമത്തെ വാക്യം വായിച്ച് 6-ാമത്തെ അതിൻ്റെ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേരാ പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. അപ്പനൊരു വിഗ്രഹാരാധിയായിരുന്നിരിക്കണം. അശേരാ പ്രതിഷ്ഠയുള്ള, വിഗ്രഹാരാധനയുള്ള, യാഗം കഴിക്കുന്ന ഒരപ്പനായിരുന്നു. എന്നാൽ ദൈവം ഗിദെയോനോട് പറഞ്ഞു വിടുകയാണ്, എന്ത്? ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേരാ പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ഈ രണ്ടാമത്തെ കാളയെ എടുത്ത് വെട്ടി കളയുന്ന അശേരാ പ്രതിഷ്ഠയുടെ വിറകുകൊണ്ട് ഹോമയാഗം കഴിക്കുക. ദൈവങ്ങളെ, ആ ചെറിയൊരു ഭാഗത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം ഗിദെയോനെ ഫലമേൽപ്പിച്ചത്. ഒന്ന്, അപ്പന്റെ ബലിപീഠം ഇടിച്ചു കളയണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പന്റെ യാഗപീഠം തകർത്ത് കളയണമെന്ന് മാത്രമല്ല, ദൈവം അവനോട് പറയുകയാണ്, അശേരാ പ്രതിഷ്ഠയെ വെട്ടിക്കളയണം. നിന്റെ അപ്പന്റെ ആ യാഗപീഠം ഇടിച്ചു കളഞ്ഞ സ്ഥലത്ത് നിയമപ്രകാരം, യഹോവയുടെ ആലോചന പ്രകാരം നീ ഒരു യാഗപീഠം പണിയണം. പോരാ, നിന്റെ അപ്പന്റെ ആ ഇളയ കാളയായ 7 വയസ്സുള്ള ആ കാളയെ അശേരാ പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഈ ഹോമയാഗം കഴിക്കണമെന്ന്. ദൈവമക്കളെ, ഒരുപക്ഷെ ഈ ഗിദെയോന്റെ ഹൃദയത്തിലും ആ ആരാധനകളും ആ പാരമ്പര്യങ്ങളും എല്ലാം കയറി കൂടിയിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പന്റെ ഗ്രഹവിഗ്രഹം, അപ്പന്റെ യാഗപീഠം, അപ്പന്റെ അശേരാ പ്രതിഷ്ഠ. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഇതെല്ലാം വെട്ടിക്കളയണം, ഇതിനെല്ലാം ഇടിച്ചു കളയണം. ഇതുകൊണ്ട് ഒന്നും മുമ്പോട്ട് പോകരുത്. ദൈവത്തിന്റെ ആലോചന പ്രകാരം പ്രിയപ്പെട്ട ഏലിയ പ്രവാചകൻ കർമ്മേലിന്റെ മുകളില് യഹോവയ്ക്ക് പ്രസാദകരമായ ഒരു യാഗപീഠം പണിതുപോലെ നീ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണം. പോരാ, നീ അവിടെ ഒരു ഹോമയാഗം കഴിക്കണമെന്ന്. ദൈവമക്കളെ, എന്താ നാം മനസ്സിലാക്കേണ്ടത്? നമ്മുടെ പാരമ്പര്യങ്ങളും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തോടല്ലാത്ത പ്രാർത്ഥനകളും ദൈവത്തിനല്ലാത്ത യാഗങ്ങളും പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനകളും നമ്മുടെ പാരമ്പര്യങ്ങളും പ്രിയപ്പെട്ടവരെ ആത്മീയത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കളഞ്ഞ അതെല്ലാം വെട്ടിക്കളയണം, അതെല്ലാം തകർത്ത് കളയണം. സത്യാരാധന തുടങ്ങണം. പ്രിയപ്പെട്ടവരെ, ഗിദെയോനെ ദൈവം വരമേൽപ്പിച്ചു. എന്ത്? നീ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അപ്പന്റെ കാളയെ അവിടെ ഹോമയാഗം കഴിക്കണം. ദൈവമക്കളെ, യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത് ഗിദെയോൻ ശുശ്രൂഷ ഏറ്റെടുത്ത് പോവുകയാണ്. നാം വായിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, യുദ്ധസജ്ജരായി 30,000 പേര് മുമ്പോട്ട് വന്നുവെന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിനായി 30,000 പേര് വന്നു ഗിദെയോന്റെ കൂടെ. അപ്പോൾ ദൈവം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അത്രയും ആളുകളൊന്നും വേണ്ട, ഇത്രയും ആൾക്കൂട്ടമൊന്നും വേണ്ട. ഇത്രയും ആൾക്കൂട്ടം പോയി യുദ്ധം ജയിച്ചാൽ അവർ പറയും ഞങ്ങളുടെ ശക്തി കൊണ്ടാണ് ജയിച്ചതെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞു, ദൈവത്തിന് 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ നീ എന്ന് ആർക്കെങ്കിലും ഭയവും ഭീതിയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. യുദ്ധം ചെയ്യാനായിട്ട് പർവ്വതത്തിൽ 30,000 പേര് ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ദൈവം ഗിദെയോനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ആർക്കെങ്കിലും ഭയമോ പേടിയുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് അവരെല്ലാം മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന്. ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരനുവാദം അങ്ങ് കൊടുത്തു. എന്ത്? ഭയവും പേടിയുള്ളവർ ആരും വേണ്ട, അതൊക്കെ പൊക്കോ, ഒരു കുഴപ്പവുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അനുവാദം കിട്ടിയപ്പോൾ നാം വായിക്കുന്നുണ്ട്, എന്ത്? 30,000 പേരില് 20,000 പേര് മടങ്ങിപ്പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, പിന്നെ 10,000 പേരുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞു, ഇത്രയും പേരും ഒന്നും വേണ്ട, ഇത്രയും പേരൊന്നും വേണ്ട, നീ 10,000 വെള്ളത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോവുക എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ച 7-ന്റെ 7. യഹോവ ഗിദെയോനോട്,
മക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ടവരെ 300 പേര് നക്കി കുടിച്ചു. ബാക്കി എല്ലാവരും വെള്ളത്തിൽ കിടന്നും ആർത്തി പിടിച്ച് വെള്ളം കുടിച്ചു. 10,000-ല് ദൈവം പറഞ്ഞു ഈ 300 പേര് മതി. ആ പട്ടി നക്കി കുടിക്കും പോലെ നക്കി കുടിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അവരെ മതി. പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്തോത്രം. ആ 30,000 പേരില് പ്രിയപ്പെട്ടവരെ 31,700 പേരും തള്ളപ്പെട്ടു പോയി എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. 31,700 പേരും തള്ളപ്പെട്ടു പോയി. ആ 300 പേരെ കൊണ്ട് ദൈവം ഗിദെയോനെ യുദ്ധത്തിന് അയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കൂടുതൽ ഭാഗങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവനെ ആ മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഒരു രാത്രിയിൽ പ്രിയപ്പെട്ടവരെ ഗിദെയോനും കൂട്ടുകാരും കൂടി കടന്നു ചെല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. 11-ാം വാക്യം മുതൽ വായിക്കാം. 7:11 മുതൽ. എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും. അതിനുശേഷം പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും. പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞു വിട്ടതാ. നീ ആ പാളയത്തിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ സംസാരം നീ കേൾക്കും. അപ്പോൾ നിനക്ക് മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ചെല്ലാനുള്ള ധൈര്യം ഉണ്ടാകും. വായിച്ചോ. അങ്ങനെ അവനും അവന്റെ ബാല്യക്കാരായ പൂരയും. ദൈവത്തിന് സ്തോത്രം. 13-ാമത്തെ വാക്യം. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവയപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്നു കൂടാരം വരെ എത്തി. അതിനെ തള്ളി മറിച്ചിട്ടു. അങ്ങനെ കൂടാരം വീണു കിടക്കുന്നു എന്ന് പറഞ്ഞു. അതിന് മറ്റവൻ ഇത് യോവാശിന്റെ മകനായ ഗിദെയോനെന്ന്, ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. ദൈവമക്കളെ ഈ ഗിദെയോൻ അല്പം ഭയമൊക്കെ ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞു വിട്ടതാ. ചെന്നപ്പോൾ പാളയത്തിൽ 2 പേര് പരസ്പരം സംസാരിക്കുക. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവത്തപ്പം ഉരുണ്ടുവന്ന് ഈ മിദ്യാന്യ പാളയത്തിലേക്ക് വന്നു. അത് പാളയത്തെ മറിച്ചിടുകയാണെന്ന്. അപ്പോൾ അത് കേട്ടവൻ പറഞ്ഞു അത് യോവാശിന്റെ മകനായ ഗിദെയോന്റെ വാളാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ യുദ്ധം ചെയ്യാതെ ദൈവം മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന്. ആൾക്കൂട്ടത്തിലല്ല, അംഗബലത്തിലല്ല. പ്രിയപ്പെട്ടവരെ ദൈവം തിരഞ്ഞെടുത്തവരിലാണ് ദൈവം ഇറങ്ങി നിന്നത്. 30,000-ങ്ങളില് വെറും 300 പേരെ ദൈവം യുദ്ധത്തിന് സജ്ജരായി കണ്ടുള്ളൂ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ഇന്ന് നാം നോക്കണം. ഭൂരിപക്ഷത്തിനോ ജനക്കൂട്ടത്തിനോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്തവരുണ്ടോ എന്ന്, ദൈവവേലയ്ക്ക് സജ്ജരായവരുണ്ടോ എന്ന്, യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരുണ്ടോ എന്ന്, വിഗ്രഹാരാധനയും പാരമ്പര്യങ്ങളും ആത്മീയത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കളയുന്ന ആ പഴയതെല്ലാം വെട്ടിക്കളഞ്ഞ് മുമ്പോട്ട് വന്നവരുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്തോത്രം. ഗിദെയോനെ ദൈവം മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിപ്പാൻ ദൈവം കൂടെയിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ നാം വായിക്കുന്നുണ്ട് ആ യുദ്ധമുന്നണിയില് പ്രിയപ്പെട്ടവരെ അവർ പരസ്പരം വെട്ടിമരിച്ചു എന്ന്. ദൈവത്തിന്റെ സ്തോത്രം. സഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് സഖരിയ 4:6-7. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്. സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റും. എന്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവമക്കളെ നമ്മുടെ മുമ്പിലുള്ള ഏത് മഹാപർവ്വതമാണെങ്കിലും കൃപ എന്ന് ആർപ്പോടെ ആണിക്കല്ല് കയറ്റി ശത്രു ചിതറിപ്പോകും. പ്രിയപ്പെട്ടവരെ മിദ്യാന്യര് ചിതറിപ്പോയി. അവർ പരസ്പരം വെട്ടിമരിച്ചു. ദൈവം ഇസ്രായേലിന് ജയം കൊടുത്തു. പ്രിയപ്പെട്ടവരെ ഗിദെയോൻ എന്ന ആ കഴിവില്ല എന്ന് പറഞ്ഞ നിസ്സാരൻ എന്ന് പറഞ്ഞ അവന്റെ ജീവിതത്തിൽ ഇറങ്ങി നിന്ന് സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവമക്കളെ നമുക്കും സമർപ്പിക്കാം. നമുക്കും കർത്താവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം. വിടാണ്ടതെല്ലാം വിടാൻ പ്രിയപ്പെട്ടവരെ. വെട്ടിക്കളയേണ്ടതൊക്കെ വെട്ടിക്കളയാൻ പ്രിയപ്പെട്ടവരെ. യാഗം കഴിക്കേണ്ടതൊക്കെ യാഗം കഴിക്കാൻ പ്രിയപ്പെട്ടവരെ. ദൈവത്തോടും ദൈവജനത്തോടും ചേർന്ന് ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ഈ പോർക്കളത്തിൽ അടരാടി ജയിക്കണം.
യേശുക്രിസ്തുവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.